ഹലോ, ഐ ആം സീനേഷ് ആൻഡ് വെൽക്കം ടു ദി വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ക്ലോത്തുമ്മേ വരച്ച് കട്ട് ചെയ്യുന്ന ഒരു സാമ്പിൾ നമ്മൾ പേപ്പറിൽ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഒരു കർച്ചീഫിൻ്റെ അളവെടുത്ത് നമ്മൾ വരച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾക്ക് ചെറിയൊരു ഐറ്റത്തിൽ തുടങ്ങാം. ഓക്കെ, കർച്ചീഫിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്, വിഡ്ത്ത് 10 ഇഞ്ച്. ഓക്കെ, സെയിം അളവിലാണ് ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു ടവലിൻ്റെ ഒരു അളവ് എടുത്ത് വരച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നമ്മൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ അതിൻ്റെ അളവ് എടുത്ത് വരച്ച് കട്ട് ചെയ്ത് നോക്കണം. കാരണം കത്രികയുടെ നമുക്കൊരു ടച്ച് വരാനാണ് കേട്ടോ. വലിയ കത്രികയാണ്, കത്രിക നമുക്ക് ഉപയോഗിച്ച് ശീലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാൻ. ഓക്കെ, അതിനു മുന്നേ അളവെടുത്ത് വെക്കണം കറക്റ്റായിട്ട്. യോക്കിൻ്റെ ഭാഗമാണെങ്കിലും സ്ലീവിൻ്റെ ഭാഗം എല്ലാ ഭാഗങ്ങളും നമ്മൾ പേപ്പറിൽ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല, തെറ്റിപ്പോവോ എന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല. ഇനി പേപ്പർ ഇടുമ്പോൾ വീതിയിൽ നിന്ന് വീതിയിലോട്ട് വേണം ഇടാൻ. ഓക്കെ, ലെങ്ത്ത് ഭാഗം നമ്മുടെ സൈഡിലും വീതി നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലുമാണ് ഇടുക, ക്ലോത്ത് ആയാലും പേപ്പർ ആയാലും കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ അടയാളപ്പെടുത്താൻ പോവാണ്. ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് എത്രയാണ്? 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഇതിനും അളവിനും ഇങ്ങനെയല്ല, ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എവിടെയൊക്കെയാണ് നമുക്ക് മടക്ക് ഭാഗം വരിക, മടക്കി തയ്ക്കേണ്ടത് വരുന്നതനുസരിച്ച് നമ്മൾ സീം അലവൻസ് ഇടണം. ഓക്കെ, ഇപ്പോൾ ടവലായതുകൊണ്ട് നമുക്ക് 4 ഭാഗവും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ ഇഞ്ച് വീതം നമുക്ക് ആവശ്യമാണ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ലെങ്ത്ത് വരച്ചതിന് ശേഷം ഇവിടെ 1 ഇഞ്ചാണ്, 2 ഇഞ്ചാണ് നമ്മൾ കൂട്ടുക. ഓക്കെ, ഫുൾ ലെങ്ത്ത് പ്ലസ് 2 ഇഞ്ച്. ഇനി വീതിയിലോട്ട് മടക്കിയിടണം. അതായത് നമുക്ക് 10 ഇഞ്ചാണ് വീതി വേണ്ടതെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മൾ മടക്കിയിടാൻ. അപ്പോൾ 6 ഇഞ്ച് എടുത്ത് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ വരയ്ക്കുക. 5 + 1 6 വരച്ച് വീതി വരച്ച് സ്ക്വയറായിട്ട് വരച്ച് കൊടുത്ത് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സിമ്പിളാണ്, പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കട്ടിങ്ങിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റിച്ചിങ്ങിൽ നമുക്ക് തെറ്റ് വന്നാലും നമുക്കത് സ്റ്റിച്ചിങ്ങൊക്കെ അഴിച്ച് വീണ്ടും ഓക്കെ ആക്കാൻ പറ്റും. പക്ഷേ കട്ടിങ് ആണ് പിന്നെ ജോയിൻ്റ് ഒക്കെ വരും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും അത് ശരിയാവില്ല. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കർച്ചീഫാണെങ്കിലും ഓരോന്നിനും ഓരോന്നിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് എന്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം കറക്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ചാണ് എല്ലായിടത്തും നമുക്ക് തയ്യൽ തുമ്പ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 5 + 1 6 ഇഞ്ച്. ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ഉണ്ടാകും, കാരണം ഈ അറ്റത്തും ആ അറ്റത്തും സ്റ്റിച്ച് ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഓക്കെ, ഇത് വെച്ച് തുണിയുമേ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ചിങ് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.